نسأل عن الأعمال يا رسول الله أي الأعمال أفضل العلم بالله എന്ത് ഹബീബായ നബിയോട് ഒരു മജ്ലിസിൽ ചോദിക്കപ്പെട്ടു അയ്യുൽ അഅമാലി അഫ്ളൽ യാ റസൂലല്ലാഹ് നബി ഏറ്റവും വലിയ അമൽ എന്താ ഫഖാല അൽ ഇൽമു ബില്ലാഹ് അല്ലാഹുവിനെ പറ്റിയുള്ള അറിവ് നേടലാണ് അറിവ് എന്നുള്ളത് അമലല്ലല്ലോ നമ്മൾ രണ്ടാക്കിയല്ലേ ഇൽമും അമലും നബി അപ്പൊ രണ്ടാണ് സെയ്ദും അമ്രും വേറെ പറയാണ് എന്നതുപോലെ തന്നെയാണ് എന്ത് ഇൽമും അമലും ഒരാൾ വന്ന് നബിയോട് ചോദിക്കുക അയ്യുൽ അമാലി അഫ്ളൽ യാ റസൂലല്ലാഹ് അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ ഏതാണ് ഫഖാല അൽ ഇൽമു ബില്ലാഹ് അല്ലാഹുവിനെ പറ്റിയുള്ള അറിവാണ് അപ്പോൾ പറഞ്ഞു നസ്അലുക അനിൽ അമാൽ യാ റസൂലല്ലാഹ് ഞങ്ങളിപ്പോൾ ചോദിച്ചത് ഇൽമിനെ പറ്റിയല്ല അമലിനെ പറ്റിയാണ് ഫഖാല അൽ ഇൽമു ബില്ലാഹ് അപ്പോൾ നബി പറഞ്ഞു ഇൽമാണ് പിന്നെ ചോദിച്ചു അപ്പോൾ പറഞ്ഞു അൽ അമലുൽ ഖലീലു കാഫിൻ മഅൽ ഇൽമി ബില്ലാഹ് ഉള്ളിൽ പടച്ചോനെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമൽ കുറച്ച് മതി ഇത് അൽ അമലുൽ ഖലീലു കാഫിൻ മഅൽ ഇൽമി ബില്ലാഹ് ഉള്ളിൻ്റെ ഉള്ളിൽ പടച്ചോനെ അനുഭവിക്കാൻ കഴിയുക അതാണല്ലോ ഇൽമ് അല്ലെങ്കിൽ ഇൽമ് ഏതാണ് തൊണ്ടക്കുഴിക്ക് ഇറങ്ങാത്ത അത് റസൂൽ ആക്ഷേപിച്ച ഇൽമാണ് റസൂൽ പറഞ്ഞ ഇൽമേതാ നാഫിയ ഇൽമേതാ ഹൃദയത്തിലേക്ക് ഇറങ്ങിയത് അങ്ങനത്തെ ഒരു അറിവ് അള്ളാഹിനെ പറ്റി അത് അനുഭവിക്കലാണ് അള്ളാഹ് റസൂലിനെ അറിയാറ അനുഭവിക്കുക മനസ്സിലായില്ലേ പറഞ്ഞത് അനുഭവം എന്ന് പറഞ്ഞാൽ റഹ്മത്തുള്ള കാസിമി ഇതാ ഇത്രാം തീയതി ഇന്നിപ്പോൾ എത്ര തീയതി ഒക്ടോബർ 14 അല്ലേ ഒക്ടോബർ 14 വെള്ളിയാഴ്ച രാവിലെ അള്ളാഹ് പ്രഭാഷണത്തിൻ്റെ 161ാമത്തെ ക്ലാസ് ഇവിടെ എടുത്തിട്ടില്ല അത് ഒക്ടോബർ 14 നടന്നിട്ടില്ല ഒക്ടോബർ 21 ആണ് നടന്നത് എന്നൊരാൾ വാദിച്ചാൽ നാട്ടുകാരൊക്കെ സമ്മതിച്ചാലും നിങ്ങൾ അമ്മയ്ക്കോ എന്തുകൊണ്ട് എന്നൊക്കെ അത് അനുഭവമാണ് മറ്റൊരു എന്താ പറയും നല്ലൊരുക്കും ഞാനങ്ങനെ കേട്ടു 14-ാം തീയതി ക്ലാസ് നടന്നു എന്ന് കേട്ടു എല്ലാവർക്കും നബിനെല്ലാവർക്കും ഞാൻ വക്കാണത്തിനില്ല എല്ലാവർക്കും നിങ്ങളോ പോയി പണിയൊക്കെ അങ്ങനെ അവനോട് വർത്തമാനം പറയാനാര് നമ്മളുണ്ടായില്ലേ മനസ്സിലായ പറഞ്ഞാൽ ചിന്തിക്കുക അപ്പോൾ ഒക്ടോബർ 14-ാം തീയതി രാവിലെ 2022 ഒക്ടോബർ 14-ാം തീയതി രാവിലെ 7:30 മണി കഴിഞ്ഞപ്പോൾ ഇവിടെ നടന്ന അള്ളാഹ് എന്നുള്ള പ്രഭാഷണം നിങ്ങൾക്ക് കേവലം പ്രഭാഷണമല്ല നിങ്ങൾക്കത് എന്താണ് അനുഭവമാണ് പിന്നെ അതിൽ വർത്താനത്തിന് പോലും നിങ്ങളില്ല എന്തുകൊണ്ട് അതിൽ തർക്കിക്കാൻ വരുന്നവനെ പ്രാന്തനായി നിങ്ങൾ തള്ളും വിട്ടവൻ്റെ കാര്യം എന്തുകൊണ്ട് അവനോട് തർക്കിക്കാൻ പോലും ഇല്ല മനസ്സിലായില്ലേ ഒക്ടോബർ 14-ാം തീയതി രാവിലെ 6:15 സൂര്യൻ ഉദിച്ചിട്ടില്ല എന്നൊരാൾ പറഞ്ഞാൽ നിങ്ങൾ അമ്മയ്ക്കോ ഇല്ല എന്തുകൊണ്ട് സൂര്യൻ ഉദിച്ചു എന്നത് നിങ്ങളുടെ അനുഭവമാണ് മറ്റ് വാദപ്രതിവാദമാണ് മനസ്സിലായി പറയും ഇവിടെ തന്നെ പ്രശ്നം തന്നെ ഇൽമ എന്ന് പറഞ്ഞാൽ അനുഭവിക്കാണ് ഉൾക്കൊള്ളുക ഇതിപ്പോൾ നിങ്ങൾക്കൊരു ഇൽമാണല്ലോ ഈ ഇൽമ എന്താണ് ഇൽമ ഒരാൾ എതിർത്താൽ തന്നെ നിങ്ങൾ അംഗീകരിക്കുമോ എന്തുകൊണ്ട് അംഗീകരിക്കൂല ഇൽമ നിങ്ങൾക്ക് എന്തായി മാറി ഇവിടെ നിന്നിട്ട് ഇറങ്ങി അത് അനുഭവമായി മാറി മനസ്സിലായോ പറഞ്ഞത് അയ്യുൽ അഅമാലി അഫ്ളൽ യാ റസൂലല്ലാഹ് ഏറ്റവും വലിയ അമലേതാ നബിയെ അൽ ഇൽമു ബില്ലാഹ് അല്ലാഹുവിനെ അനുഭവിക്കുക നസ്അലുക അനിൽ അഅമാൽ ഞങ്ങൾ അമലിനെ പറ്റിയാണ് നബിയെ ചോദിച്ചത് ഫഖാല അൽ ഇൽമു ബില്ലാഹ് അല്ലാഹുവിനെ അനുഭവിക്കുക പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു അൽ അമലുൽ ഖലീലു കാഫിൻ മഅൽ ഇൽമി ബില്ലാഹ് അല്ലാഹുവിനെ അനുഭവിച്ചറിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ അമൽ മതിയാവും അൽ അമലുൽ ഖലീലു കാഫിൻ അർത്ഥം വെക്ക് ഉംറ വിസക്ക് പോയവർക്ക് വരെ അതിൻ്റെ അർത്ഥം അറിയും പറയും അർത്ഥം വെക്ക് വിടൂല ഞാൻ അർത്ഥം വെക്ക് അൽ അമലുൽ ഖലീൽ കുറഞ്ഞ അമൽ കാഫിൻ മതിയാകും മഅൽ ഇൽമി ബില്ലാഹ് അല്ലാഹുവിനെ കുറിച്ച് നിനക്ക് യഥാർത്ഥ അനുഭവജ്ഞാനം ഉണ്ടെങ്കിൽ നിനക്ക് എന്ത് മതിയാവും കുറഞ്ഞ അമൽ മതിയാവും നിസ്കരിച്ചു പിന്നെ വേഗം പാഞ്ഞു വേഗം പാഞ്ഞു കുട്ടി സ്കൂളിൽ നിന്ന് വിടും അല്ലെങ്കിൽ ഏതെങ്കിലും ബസ്സിൽ ലൈൻ ബസ് കയറിയാൽ അതിനെ ചാരാനും തിരക്കാനും ആളുണ്ടാവും മനസ്സിലായ പറഞ്ഞത് അപ്പം ഈ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും അവിടുന്ന് പറഞ്ഞു മനസ്സിലായ പറഞ്ഞത് എനിക്ക് എൻ്റെ പണിയുണ്ട് സുന്നത്ത് നിസ്കരിച്ചില്ല എന്തുകൊണ്ട് എൻ്റെ കുട്ടീനെ നേരത്തെ കൊണ്ടുവരണം മറ്റിപ്പോൾ ഞാൻ അസർ വരെ നിസ്കരിച്ചാൽ ഒന്നും ഉണ്ടാവില്ല.
മനസ്സിലായി പറഞ്ഞത്? നിനക്ക് അള്ളാഹുവിനെ പറ്റി അനുഭവജ്ഞാനമില്ലെങ്കിൽ ഉണ്ടെങ്കിൽ സുന്നത്ത് കുറഞ്ഞാലും നിനക്ക് പ്രശ്നം ഉണ്ടാവൂല. അള്ളാഹുവിനെ പറ്റി അനുഭവജ്ഞാനം ഇല്ലെങ്കിൽ സുന്നത്തുണ്ടായിട്ടും കാര്യമല്ല, ഒരു കാര്യമല്ല. സിഹറാണ്, കുറുക്കാണ്, കിർക്കാണ്, കണ്ണേറാണ്, മറ്റേറാണ്, നാവേറാണ്, മൂക്കേറാണ് എന്ന് പറഞ്ഞ് അങ്ങനെ നടക്കും. മരണം വരെ നടക്കും. എനിക്ക് മൂക്കേറാണ്, എനിക്ക് കണ്ണേറാണ്, എനിക്ക് തൊണ്ടേറാണ്, ഇങ്ങനെ പറഞ്ഞ് നടക്കും. അതൊക്കെ ഉണ്ടാവില്ലേ? ഒക്കെ ഉണ്ടാവും. അക്ബറിന്റെ മുമ്പ് പോവും. എന്തുകൊണ്ട്? അതങ്ങനെയാണ്. അത് അവിടെ നിൽക്കൂല. തടിയിൽ ആ തടിയിലാണ് നിൽക്കൂല. തടി നിൽക്കാൻ പറ്റൂല. അത് അള്ളാഹു പരിശുദ്ധ ജലാലിയത്ത്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ജമാലി ജലാലിൻ്റെ അഴകറിഞ്ഞ തടിയാ. അവിടെ നടക്കൂല. മനസ്സിലായി പറഞ്ഞത്? ചേമ്പിൻ്റെ ഇലക്ക് മഴ പെയ്യുന്നുണ്ട്. ഈ ദുനിയാവിലെ എല്ലാ ഇലക്കും മഴ പെയ്തപ്പോൾ എന്തിനും മഴ പെയ്തിട്ടുണ്ട്. പക്ഷെ നടക്കൂല. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയൂല. എന്തുകൊണ്ട്? ഒരു പ്രത്യേക കോട്ടിങ് ഉണ്ട് അവിടെ. പറയാം, അങ്ങനെ തന്നെയല്ലേ? ചേമ്പിൻ്റെ ഇല രാവിലെ 1000 വട്ടം നിൽക്കുകയല്ലയോ, പഠിച്ചോനെ മഴ കൊള്ളാതിരിക്കട്ടെ അൽഫാത്തിഹ എന്നൊരു പറയും 1111 ഫാത്തിഹ സൂറത്ത് ഓതിയിട്ടുണ്ടോ ചേമ്പിൻ്റെ ഇല? പറയും മനുഷ്യന്മാർ. നിങ്ങളൊരു മൂല്യരെത്തി എന്നാൽ, ഒരു ചികിത്സാൻ്റെ എത്തി എന്നാൽ പറയും എൻ്റെ സിഹർ പോകാൻ ചെയ്യുന്നു 1111 ഫാത്തിഹ ഒരിക്കോ, രാവിലെ ഒതിക്കോ, ഉച്ചക്ക് ഒതിക്കോ, വൈകുന്നേരം ഒരിക്കോ. പിന്നെ വേറെ പണിയൊന്നും നടക്കൂലല്ലോ. എല്ലാ ചികിത്സാരനെത്തി എന്നാൽ പറയും 1111 ഫാത്തിഹ. പിന്നെ ഒരു 33 യാസീൻ. പിന്നെ അന്നത്തെ ഓട്ടോറിക്ഷ നടക്കൂല, ഒന്നും നടക്കൂല, ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായി പറഞ്ഞു? അങ്ങനെ പോലും ചേമ്പിൻ്റെ ഇല രാവിലെ സുബൈക്ക് എണീറ്റിട്ട് ഇന്നത്തെ മഴ കൊള്ളാതിരിക്കണമെന്ന് പറഞ്ഞ് യാസീൻ ഓതുന്നുണ്ടോ? പറയും എൻ്റെ പുറത്തൊരു കോട്ടിങ് ഉണ്ട്, അതിനെ തൊടാൻ വെള്ളത്തിന് കഴിയില്ല. വെള്ളം അതിനെ തൊട്ട വെള്ളം എടുത്തെറിക്കും, അതിനൊന്നും പറ്റൂല. ഇതന്നെ മുഅ്മിനായ മനുഷ്യന് എന്ത് വചനം ഉണ്ടാവില്ല. അവൻ ഒരു പ്രത്യേകമായ കോട്ടിങ് ഉണ്ട്. അള്ളാഹുവിൻ്റെ ജലാലി ജമാലാണത്. അതിലവൻ ആറാടിയവനാണ്. ഒരു പ്രശ്നമില്ല. അവനെ കൊല്ലം പിടിച്ച ചിരിക്കും. മനസ്സിലായോ പറഞ്ഞത്? കൊല്ലം പിടിച്ച ചിരിക്കും. ഒരു സംഘം ആലിമീങ്ങളെ ഒരു രാജാവ് കൊല്ലം തീരുമാനിച്ചു. അപ്പോൾ അബൂ ഹംസ എന്നൊരു പണ്ഡിതനുണ്ടായിരുന്നു. ഒരു കൊല്ലം ഒരു കൂട്ടം ആലിമീങ്ങളെ ഒരിക്കൽ രാജാവ് കൊല്ലം തീരുമാനിച്ചു. ശിക്ഷ രാജാവ് പറഞ്ഞതിന് ഭയപ്പെടില്ല ആലിമീങ്ങൾ. അപ്പോൾ ആലിമീങ്ങളെ ശിരച്ഛേദം ചെയ്ത് കൊല്ലാൻ രാജാവ് തീരുമാനിച്ചു. അങ്ങനെ രാജാവിന്റെ ദർബാറിന്റെ മുന്നിൽ ആലിമീങ്ങളെ ഹാജരാക്കി, ആരാച്ചാരെയും ഹാജരാക്കി. കൊല്ലാൻ വേണ്ടി ആരാച്ചാരൻ വന്നതോടുകൂടെ മുന്നിലേക്ക് ചാടി അബൂ ഹംസ എന്ന പണ്ഡിതൻ. അപ്പോൾ രാജാവ് ചോദിച്ചു, ഞാൻ നിന്നോട് ആദ്യം വരാൻ പറഞ്ഞിട്ടില്ലല്ലോ, നീ എന്ന് ചാടിയത്? അപ്പോൾ പറഞ്ഞു, എനിക്ക് അള്ളാഹുവിൻ്റെ സത്യത്തിന് വേണ്ടി മരിക്കാനുള്ള കൊടിയ, മാത്രമല്ല അത്ര നേരം എൻ്റെ സുഹൃത്തുക്കൾക്ക് ജീവിക്കുകയും ചെയ്യാലോ. അപ്പോൾ രാജാവ് പറഞ്ഞു, ഞാൻ ശുജാഇകളെ, ഞാൻ ധീരന്മാരെ കൊല്ലാറില്ല, വെറുതൊട്ടിരിക്കുന്നു. മനസ്സിലായില്ലേ പറഞ്ഞത്? മനസ്സിലായോ പറഞ്ഞത്? ഞാൻ ശുജാഇകളെ, ധീരന്മാരെ കൊല്ലാറില്ല. അബൂ ഹംസ എന്ന രാജാവ് എന്ന പണ്ഡിതൻ നേരെ മുന്നിൽ വന്ന് പറഞ്ഞു, എന്റെ തല വേഗടക്കി. അപ്പൊ രാജാവിന് ദേഷ്യം വന്നു. ഞാൻ നിന്നോട് ആദ്യം വരാൻ പറഞ്ഞില്ലല്ലോ, ഇതിനെ വന്നു. അപ്പോൾ പറഞ്ഞേ, അള്ളാഹുവിന് വേണ്ടി മരിക്കുമ്പോൾ ആദ്യത്തെ ആൾ ഞാനാകണം എന്ന കൊടിയാണ്. 1. 2, ഞാൻ എന്നെ തലവെട്ടുന്ന ആ നേരം കൂടി ദുനിയാവിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് അപ്പോൾ അവർക്ക് ഒന്നും കൂടി സുഖം അനുഭവിക്കുകയും ചെയ്യാലോ. അവരെക്കാൾ ആദ്യം എൻ്റെ തല പോയിക്കോട്ടെ, അത്രയും അവർക്ക് ജീവിതത്തിന് സുഖവും ആസ്വദിക്കാലോ എന്ന് ഞാൻ വിചാരിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ധീരന്മാരെ ഞാൻ കൊല്ലൂല, വെറുതെ വിട്ടു. എല്ലാവരും വെറുതെ വിട്ടു. അല്ലാഹു അവർ അള്ളാഹിനെ അനുഭവിച്ചോരാ അല്ലേ? എന്തുകൊണ്ടാണ് അവർക്ക് മുന്നേക്ക് ചാടാൻ കഴിഞ്ഞ്? അവർ അള്ളാഹുവിനെ അനുഭവിച്ചോരാ. അവർക്ക് എന്ത് പ്രശ്നം? അല്ലാഹു 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 അലൈഹി തവക്കലു. അമ്മൂമ്മക്ക് ഒരു പൂച്ച ഉണ്ടായിരുന്നു. പൂച്ച തെങ്ങുമ്മ കയറിയാൽ അമ്മൂമ്മ എന്ത് ചെയ്യുന്നത്? താഴെ കിടക്ക് വിരിക്കും. അപ്പോൾ ഈ തെങ്ങിൻ്റെ മണ്ടേന്ന് കിടക്കയിലേക്ക് തുള്ളും. ആര്? പൂച്ച. പൂച്ചക്കൊന്നും പറ്റൂല ഈ കിടക്കയിലേക്ക് തുള്ളുക, സ്ഥിരം. മനസ്സിലായോ? തെങ്ങിൻ്റെ മണ്ടേ കയറും, കിടക്കയിലേക്ക് തുള്ളും.
ഒരു പ്രശ്നമില്ല, ഒരു ബേജാറുമില്ല തുള്ളുന്ന കാര്യത്തിൽ. ആർക്ക്? പൂച്ചക്ക്. എന്തുകൊണ്ട്? എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ അമ്മൂമ്മ താഴെ കിടക്ക വിരിച്ചിട്ടുണ്ടാവുമെന്ന് പൂച്ചക്ക് ഉറപ്പാണെങ്കിൽ ഏത് തെങ്ങിൻ്റെ മണ്ടേന്ന് തുള്ളാൻ പൂച്ചക്കെൻ്റെ പ്രശ്നമുള്ളത്? ഇതന്നെ അള്ളാഹുവിൻ്റെ വിശ്വാസം. മനസ്സിലായോ പറഞ്ഞത്? എനിക്ക് എന്ത് പറ്റിയാലും എൻ്റെ താഴെ എൻ്റെ പടച്ചോൻ കിടക്ക വിരിച്ചിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കിയ ആബിദിന് എന്ത് പ്രശ്നമുള്ളത്? ആ വിശ്വാസം നമുക്ക് ആരെ പറ്റില്ല. പൂച്ചക്ക് അമ്മൂമ്മനെ പറ്റിയുള്ള വിശ്വാസം 5 വക്ത് നിസ്കരിക്കുന്നു, നമുക്ക് ആരെ പറ്റില്ല. ഹാദിഹി നതീജത്തു സ്പീച്ച്. ഇതാണ് ഇന്നത്തെ സ്പീച്ചിൻ്റെ നതീജ, ഔട്ട്പുട്ട് ഓഫ് സ്പീച്ച്.